മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇന്നലത്തെ ലൈവിലും എപ്പിസോഡിലുമെല്ലാം നമ്മൾ കണ്ടതാണ് അനുമോള് ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഫുഡ് ഇളക്കുന്നതിന് വേണ്ടി സ്ലാബിൽ കയറി നിൽക്കുന്നത്. ഇന്നലെ തന്നെ പലരും പറഞ്ഞതാണ് ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദ്യം ചെയ്യും, കാരണം ഇതൊരു ഹൈജീൻ്റെ പ്രോബ്ലമാണ് എന്ന്. എന്തായാലും ഇന്ന് രാവിലെയും അനുമോൾ അത് തന്നെ ആവർത്തിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉപ്പുമാവ് ഉണ്ടാക്കാൻ നേരത്ത് അത് ഇളക്കുന്നതിന് വേണ്ടി ഇന്നും അനുമോള് സ്ലാബിൽ കയറി ഇരുന്നു. കറക്റ്റായിട്ട് അത് ശൈത്യ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അനുമോൾ നീ അങ്ങനെ ഇരിക്കാൻ പാടില്ല, കാരണം കുക്ക് ചെയ്യുന്ന സ്പൂണും തവിയും എല്ലാം ആ സ്ലാബിൽ തന്നെയാണ് വെക്കുന്നത്. നീ അവിടെ കയറി ഇരുന്നതിന് ശേഷം വീണ്ടും സ്പൂണെല്ലാം അവിടെ വെക്കും, അത് വീണ്ടും എടുത്ത് കറിയിൽ ഇളക്കും. അതൊരു ഹൈജീൻ്റെ പ്രോബ്ലമാണ്. ഇന്നലെയും ഞാൻ നിന്നോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതാണ് എന്ന്. എന്തായാലും ശൈത്യ ഇപ്പോൾ അനുമോൾക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യത്തിനുമല്ല, എങ്കിലും ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. ശൈത്യ കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ എന്തായാലും അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അതുകൊണ്ട് തന്നെ ഹൗസിലെ ഒരു 90% പേരും അനുമോൾക്ക് ഓപ്പോസിറ്റ് തന്നെയാണ്. ശാരിക, ആദില തുടങ്ങിയ 2-3 പേര് മാത്രമാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആദില പറയുന്നുണ്ട് അനുമോൾ ഞങ്ങളെ ഇളക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം അനുമോൾക്ക് ഹൈറ്റ് കുറവായതുകൊണ്ടാണ് അനുമോൾ സ്ലാബിൽ കയറിയിരുന്ന് ഇളക്കുന്നത്. പക്ഷേ കിച്ചൺ ടീമിൽ വേറെയും അംഗങ്ങളുണ്ട്, അപ്പോൾ അവർക്ക് ഇളക്കാൻ മേലെ എന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരോട് ഒന്ന് ഹെൽപ്പിന് വിളിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ആദില പറയുന്നത് അവൾ ഞങ്ങളെ സമ്മതിക്കുന്നില്ല, അതായത് ഇളക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ്. അനുമോള് ഫസ്റ്റ് ഡേ മുതൽ, അതായത് കിച്ചൺ ഡ്യൂട്ടി കിട്ടിയ ഫസ്റ്റ് ഡേ മുതൽ ഒറ്റയ്ക്കാണ് കുക്ക് ചെയ്യുന്നത്. അതാണ് ഇഷ്ടം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ജിസയിൽ ഒറ്റയ്ക്ക് കുക്ക് ചെയ്തപ്പോൾ അവൾക്ക് നല്ല പേര് കിട്ടിയിരുന്നു. സോ ആ ഒരു ഈഗോ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാവും. കാരണം പല കാര്യങ്ങൾക്കും ജിസയിലും അനുമോളും തമ്മിൽ ഉള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അതുകൊണ്ടാവാം ചിലപ്പോൾ അനുമോള് ഈ ആഴ്ച അനുമോൾക്ക് കിച്ചൺ ഡ്യൂട്ടി കിട്ടിയപ്പോൾ തന്നെ ചെയ്യാമെന്ന് കരുതിയത്. പുള്ളിക്കാരി അതിന് വില്ലിങ്ങുമാണ്. പക്ഷെ അതിനു വേണ്ടി പൊക്കമില്ലാഞ്ഞിട്ടും സ്ലാബിൻ്റെ മുകളിൽ കയറി ഫുഡ് കുക്ക് ചെയ്യുന്നത് അത്രയ്ക്ക് നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ല. എന്തായാലും ഹൈജീൻ്റെ ഒരു പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ പലരും അനുമോൾക്കെതിരായിരുന്നു. പിന്നീട് ഈ ഫൈറ്റിൽ അഭിലാഷും അക്ബറും വന്നൊക്കെ ഇടപെടുന്നുണ്ട്. ലാസ്റ്റ് അഭിലാഷും അനുവും തമ്മിൽ അടിയാവുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനായ ശരത് ഇടപെട്ട് ഇനി സ്ലാബിൽ കയറി ആരും ഇരുന്ന് കുക്ക് ചെയ്യില്ല എന്ന് ഉറപ്പ് പറഞ്ഞ് ഒന്ന് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട്.